ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺക്രീറ്റിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പൈപ്പുകളും ജംഗ്ഷനുകളൊക്കെ നമ്മളെങ്ങനെ കണ്ടെത്തുക, അതുപോലെ ഫാനിൻ്റെ ഹൂക്ക് എങ്ങനെ കണ്ടെത്തുക, പലരും ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിന് ശേഷം നമ്മൾ ഫാൻ ഹൂക്ക് ജംഗ്ഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിലെ ഇ വേവ്സ് ഇലക്ട്രിക്കൽ ചാനലിലെ 171ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫാനിൻ്റെ പോയിന്റ് വേണ്ടി ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് ഫാൻ ഹൂക്ക് വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റിൽ നമ്മൾ കോൺട്രിബ്യൂട്ടിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം, അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാം. ഇവിടെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ കോൺട്രിബ്യൂട്ടിങ് ജംഗ്ഷനും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യൽ, പൈപ്പിങ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ ഈ ജംഗ്ഷൻ്റെ താഴെയായിട്ട് ഒരു പേപ്പറോ അതല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്തെങ്കിലും വെക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടെത്താൻ വളരെ സിമ്പിളാണല്ലോ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു മാത്രം, ഈ തുടക്കക്കാരായ ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും. അപ്പോൾ ആ പേപ്പർ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ നമുക്ക് ജംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പണി ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ജംഗ്ഷനെല്ലാം കണ്ടെത്തിയതിന് ശേഷം അതിലൊരു പേപ്പർ വെച്ചാണ് ഞാൻ ഇതിലേക്ക് സിമെൻറ്റ് കടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതല്ലെങ്കിൽ ജംഗ്ഷനിൻ്റെ അളവെല്ലാം പിടിച്ചിട്ട് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ട് അതൊന്നും ഭയങ്കര പ്രയാസമായിരിക്കും. കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജംഗ്ഷൻ പെട്ടെന്ന് കച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു ഫാൻ പോയിന്റ് ഹുക്കും വെച്ചിട്ടുണ്ട്. നമ്മൾ കോൺട്രിബ്യൂട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതിൻ്റെ കൂടെ തന്നെ ജംഗ്ഷൻ്റെ താഴെയായിട്ടും ഹുക്കിൻ്റെ താഴെയായിട്ടും ഒരു കാർഡ്ബോർഡോ പേപ്പറോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം ISI ക്വാളിറ്റിയുള്ള തന്നെ നല്ല ഹെവി പൈപ്പ് തന്നെ യൂസ് ചെയ്യാം. അതാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. അതുപോലെ ഈ ജംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഡീപ്പ് ജംഗ്ഷൻ ഉപയോഗിക്കാം. ബെൻഡ് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലിന് നമ്മൾ യൂസ് ചെയ്യണം. കാരണം നമ്മൾ വാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയല്ല, കോൺക്രീറ്റിലാകുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് സിമെൻറ്റും അതുപോലെ വർക്കേഴ്സൊക്കെ കുറച്ച് ഹെവി വർക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് ഓരോ സെക്ഷൻ, ഓരോ റൂം ഏരിയ ബേസ് ചെയ്തിട്ട് ഓരോ റൂമിലേക്കുള്ള ഒരു ഫാൻ പോയിൻ്റാണിത്. ഇവിടെ ഒരു റൂം, ഇവിടെ കഴിഞ്ഞ ശേഷം പാർട്ടീഷൻ ചെയ്തിട്ടില്ല, പാർട്ടീഷൻ ചെയ്യും. ഇവിടെ തൊട്ടപ്പുറത്തൊരു റൂം, അവിടത്തേക്കൊരു ഫാൻ പോയിൻറ്റ്, ഇവിടെ ഒരു ലൈറ്റ് പോയിൻറ്റ്. ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് DBയിലേക്കുള്ള സർക്യൂട്ടിൻ്റെ സർക്യൂട്ടിനുള്ള ക്വാണ്ടിറ്റി കൂടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റാമ്പാണ് മുകളിലാക്കിയിട്ട് ലൈറ്റ് പോയിന്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്കുള്ള മൊത്തം അങ്ങേ അറ്റം വരെയുള്ള റൂമുകളുണ്ട്. ഏകദേശം 8 റൂമുകളുണ്ട്. 8 റൂമിലേക്കുള്ള സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ടിങ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ജംഗ്ഷനാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. കാരണം തൊട്ടടുത്ത് അവിടെ ഒരു DB വെച്ചിട്ട് ഇവിടെ ജംഗ്ഷനിലേക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തൊട്ടടുത്തൊരു ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ലോങ് റൂമുകളായതുകൊണ്ട്, ഇവിടെ ദൂരത്തേക്കായതുകൊണ്ട് ഒരു ഇവിടെയൊക്കെ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഹൈറ്റൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ജംഗ്ഷൻ. ഇനി അങ്ങോട്ടും കുറച്ച് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് എത്രയും വളരെ ലെങ്ത്ത് അധികമായി കഴിഞ്ഞാൽ പിള്ളേർ തള്ളി കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഓപ്പൺ അടിച്ച് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ ഇവിടുന്ന് അതുവരെ കൺസീലാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയറ് വലിക്കുമ്പോൾ സിമ്പിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തടുത്ത് ജംഗ്ഷൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയും കുറച്ച് ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ സർക്യൂട്ടിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. DB ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 8-way 3-phase DB ആണ്. ഇപ്പോൾ കോൺട്രിബ്യൂട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, പൈപ്പ് ബെൻഡ് മെറ്റീരിയലൊക്കെ ഹൈ തന്നെ യൂസ് ചെയ്യുക.
പിന്നെ ജംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഡീപ്പ് ജംഗ്ഷൻ യൂസ് ചെയ്യുക മാക്സിമം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും പുതിയ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പൈപ്പ് ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടാറുണ്ട്. അതും ഈ ഒരു സിസ്റ്റം തന്നെയാണ്, അതിൽ വേറെ പ്രത്യേക മാറ്റമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.